നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ള ഒരു പുഴ നിങ്ങളെ കാണിക്കുകയാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. തൊട്ട് താഴെയാണ് പുഴ. പക്ഷേ ഒരു 2 വർഷമായിട്ട് ഇവിടെ ഇടഭാഗത്ത് പൈനാപ്പിൾ കൃഷി തുടങ്ങിയതുകൊണ്ട് ഇപ്പം പുഴയിലേക്കുള്ള വഴി ഇല്ല. പുഴയിലേക്കുള്ള വഴി ഇടാതെയാണ് അവർ പൈനാപ്പിൾ കൃഷി തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് പുഴയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പൈനാപ്പിൾ ഒരു സീസൺ കഴിഞ്ഞ് പൈനാപ്പിളൊക്കെ ഒടിച്ചുകൊണ്ട് പോയി. കളനാശിനിയൊക്കെ അടിച്ച് പള്ളയെല്ലാം പോയി ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ആറ്റിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയാണ്. പുഴ അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഞാനൊരു 6-7 മാസമായി പുഴയിലേക്ക് എന്തോ എനിക്ക് ഭാഗ്യമുണ്ട്, പുഴ താഴെ തന്നെയുണ്ട്. ഇതാണ് നമ്മൾ ഇറങ്ങുന്ന ഒരു കടവായിരുന്നു ഇത്. അവിടെ പള്ളയെല്ലാം കയറി ആറ്റിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു വിധത്തിൽ താഴോട്ടൊക്കെ ഇറങ്ങാം. കാര്യം വേനൽക്കാലമായിരുന്നല്ലോ കടന്നുപോയത്. പുഴ വറ്റിക്കിടക്കുമായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ കുറച്ച് മഴയൊക്കെ കാരണം ചെറുതായിട്ട് അനക്കമൊക്കെ വെച്ച് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. കുളികടവ് ഇപ്പോൾ ആൾക്കാരൊന്നും കുളിക്കാൻ വരുന്നില്ലാത്തതുകൊണ്ട് അവിടെ പാറയിൽ മുഴുവൻ കരിയിലയൊക്കെ ആയിട്ട് മൂടിക്കിടക്കുകയാണ്. ആറിന് കുറുകെ ഒരു പന വീണ് കിടപ്പുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആയി പുഴയിൽ വന്ന് ഞാൻ കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സുഹൃത്തുക്കളെല്ലാവരും തന്നെ വിദേശത്തൊക്കെ പോയി, എല്ലാവരും സെറ്റിൽഡൊക്കെ ആയി. ഞാൻ മാത്രമേ ഇവിടെ അടുത്തുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വിദേശത്തൊക്കെ പോയി, ജോലി സംബന്ധമായ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി. ഇപ്പോൾ ഈ കടവിൽ ഞാൻ മാത്രമേ വല്ലപ്പോഴും വരാറുള്ളൂ, വേറെ ആരും വരാറില്ല. കുറേ നാളായി കാര്യം പറഞ്ഞ ആറ്റിലേക്കൊക്കെ ഒന്ന് വന്നിട്ട്. എന്തായാലും ആറ്റിലേക്ക് വന്നതല്ലേ, ആറിൻ്റെ മറുകരയൊക്കെ ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. ആറിൻ്റെ മറുകരയിലേക്ക് സുഖമായിട്ട് കടന്നു പോകാം. ഇപ്പം വെള്ളമൊക്കെ തീരെ കുറവാണല്ലോ, അതുകൊണ്ട് അക്കരയ്ക്ക് വളരെ സുഖമായിട്ട് പോകാം. എന്തായാലും ആറിൻ്റെ അക്കരയ്ക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇവിടെ ഈ ഭാഗത്ത് നിറച്ചും പാറയൊക്കെയാണ്. വെള്ളം കൂടി കഴിഞ്ഞാൽ ആറ് മറുകര കടക്കാൻ ബുദ്ധിമുട്ടാണ്. പാറയിൽ ഭയങ്കര വഴുക്കലൊക്കെ ആയിരിക്കും. എങ്കിലും ഇത് കുറേ കാലം മുമ്പ് ആറും മുറിച്ച് കിടക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൈനാപ്പിൾ തോട്ടമൊക്കെ ആയതുകൊണ്ട് അതിലൂടെ വന്ന് ഇറങ്ങിക്കിടക്കാൻ ആളൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ആറ് കടന്നായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. വേനൽക്കാലങ്ങളിൽ, മഴക്കാലത്താണെങ്കിലും അത്യാവശ്യം വെള്ളമുള്ള സമയത്താണെങ്കിൽ പോലും പാൻ്റൊക്കെ പൊക്കി വെച്ച് ഒരു തരത്തിൽ അക്കരെ കടന്ന് നീന്തി പോകാറുണ്ടായിരുന്നു. ഇനിയിപ്പം വെള്ളം കൂടുതലാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആറ് മുറിച്ച് കിടക്കാതെ തിരിച്ചു വരുന്ന വഴിക്ക് ഇച്ചിരി വെള്ളത്തിൽ പോയാലും കുഴപ്പമില്ല, വീട്ടിലേക്കാണല്ലോ വരുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് നീന്തിയൊക്കെ വീട്ടിലേക്ക് ആറ് കടന്ന് വീട്ടിലേക്കൊക്കെ പോകുമായിരുന്നു. ഈ ആറെന്നാണോ നിങ്ങളുടെയൊക്കെ ഇവിടെ പറയുന്നത്? നമ്മുടെ ഇവിടെയൊക്കെ ആറെന്നൊക്കെയാണ് പറയുന്നത്. ഈ പുഴയുടെ കുറച്ച് ഒരു 1 കിലോമീറ്റർ മുകളിൽ ഒരു ചെക്ക് ഡാം പണിതിട്ടുണ്ട്. അവിടെ ചെക്ക് ഡാം അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താഴേക്ക് ഇപ്പോൾ അധികം വെള്ളം വരുന്നില്ല. ഇനിയിപ്പം മഴക്കാലമൊക്കെ ആയി ഒരുപാട് വെള്ളമൊക്കെ ചെക്ക് ഡാം നിറഞ്ഞൊഴുകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല ഒഴുക്കാവും. മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. വെള്ളം അധികം ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല, അന്നേരത്തേനും ഒഴുകി അങ്ങ് പോകും. ഇത് തൊട്ടടുത്തൊരു കയവാണ്. ഞങ്ങളൊക്കെ നീന്തുന്ന ഒരു കയവാണ് ഈ കാണുന്നത്. അതും കൂടെ ഒന്ന് കണ്ടു കളയാം. ഈ ആറിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നല്ല അടിപൊളി സീനറിയാണ് കാണാൻ. ഇപ്പോൾ ആൾക്കാരൊന്നും കുളിക്കാനൊന്നും ആയിട്ട് ഇങ്ങോട്ടൊന്നും വളരെ കുറവാണ് ആൾക്കാർ വരുന്നത്. ഇത് പ്രധാന റോഡിലേക്കുള്ള വഴിയാണ്. ഈ വഴി അങ്ങ് നടന്ന് കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് എത്താം, ആറിൻ്റെ അക്കരെ എത്താം. ഇതാണ് ഞാൻ പറഞ്ഞ കയം. ഇവിടെ അത്യാവശ്യം ഒരാൾ മിച്ചം വെള്ളമുണ്ട്. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊന്ന് ചാക്കിൽ കെട്ടി താഴ്ത്തിയ സ്ഥലമായിരുന്നു. കുറേ വർഷം 85-ലോ 86-ലോ എങ്ങാണ്ടൊക്കെ. കുറേ കാലത്തേക്ക് ഈ കയത്തിൽ കുളിക്കാൻ വരാനൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പം മാറി, ഇപ്പം പേടിയൊന്നുമില്ല. പേടിയൊക്കെ മാറി, ഇപ്പം ചെറിയൊരു ഭയം മാത്രമേ ഉള്ളൂ. ഇവിടെ പുഴയിലേക്കാണെങ്കിൽ ഒരു മരമൊക്കെ ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുഴയുടെ വിശേഷങ്ങളിലെ വീഡിയോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.